ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു പേരക്കുട്ടിയെ താലോലിക്കാൻ വലിയ ആഗ്രഹമായിരിക്കും. അതിനായിട്ട് ശ്രുതിയോടും സുതിയോടൊക്കെ ഇക്കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് എത്രയും വേഗം ഒരു പേരക്കുട്ടിയെ നിങ്ങൾ തരണം, എത്ര നാളായി ഞാൻ പറയുന്നു എന്നൊക്കെ ചന്ദ്ര അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അവർക്കും അതിൽ വലിയ താല്പര്യമായിരിക്കും. എന്നാ ശ്രുതിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തേല് വലിയ സങ്കടമായിരിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നായിരിക്കും ശ്രുതി കരുതുന്നത്. അതിനായിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, സുധി, നമുക്ക് രണ്ടുപേർക്കും ഒരു ഡോക്ടറെ പോയി കണ്ടാലോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാലോ. എന്ത് പ്രശ്നം? എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? നീ എന്താ എന്നെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാനാണോ തീരുമാനം? ഒരിക്കലും നടക്കില്ല. ഞാൻ എന്തായാലും ഇക്കാര്യത്തിന് ഡോക്ടറെ കാണാൻ വരില്ല. അതെന്താ? ജസ്റ്റ് ഒരു ചെക്കപ്പ് അല്ലേ, അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാലോ, അതുകൊണ്ടാ. ഇല്ലാന്നല്ലേ പറഞ്ഞത്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നീ പോയിട്ട് അങ്ങ് ചെക്ക് ചെയ്താൽ മതി. എനിക്ക് പ്രശ്നമില്ല എന്ന് തറപ്പിച്ചങ്ങ് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊന്ന് ഡോക്ടറെ കാണാം. നമ്മൾ എന്തായാലും ഒരു ബേബിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് ഡോക്ടറെ കാണാമെന്ന്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. നിന്റെ സംസാരം കേട്ടാ അറിയാലോ നിനക്ക് എനിക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനാണെന്ന്. അതൊരിക്കലും നടക്കില്ല. എനിക്കേ ഒരു പ്രശ്നവുമില്ല. അതെന്താ നിനക്കൊരു പ്രശ്നമില്ലെന്ന് നിനക്ക് ഇത്ര ഉറപ്പ്? അത് നിനക്കറിയോ? അല്ല, നീയും ആ നീലിമയും കൂടിയിട്ട് കുറച്ചുനാള് ലിവിങ് ടുഗദറിലായിരുന്നല്ലോ. ഇനി അവളെങ്ങാനും ഗർഭിണിയായിരുന്നോ? അതുകൊണ്ടുള്ള ഉറപ്പിലാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ദേ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്റെ സംസാരം കേട്ടാലേ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നേ. എന്നാ ഞാൻ നേരെ തിരിച്ച് നിന്നോട് ചോദിച്ചാലോ? കല്യാണത്തിന് മുൻപേ നീ മലേഷ്യയിലായിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? കല്യാണത്തിന് മുൻപേ നിനക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ദേ സുധി, നീ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നില്ലേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ ചോദിച്ചത്. നീയും നീലിമയും ഒരുമിച്ചല്ലേ താമസിച്ചിരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട എന്നും പറഞ്ഞ് ശ്രുതി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നാ ശ്രുതിക്ക് ആകെക്കൂടെ ദേഷ്യം വന്നിരിക്കുമായിരിക്കും. ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. എന്താടാ, എന്താ പറ്റിയേ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നും പറയണ്ടമ്മേ. ആ ശ്രുതി അതും ഇതൊക്കെ പറഞ്ഞിട്ടേ ആകെ കൂടെ വെറുപ്പിക്കുക. എന്താ അവള് പറഞ്ഞേ? നീ എന്തിനാ അവളോട് ഇങ്ങനെ വഴക്കിടുന്നേ? ഞാൻ അവളോട് വഴക്കിട്ടതല്ല. എന്തായാലും ഒരു കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവള് പറയായിരുന്നു ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാന്ന്. അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും നിങ്ങൾ എന്തിനാ ഡോക്ടറെ കാണാൻ പോകുന്നത്? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഡോക്ടറെ കാണേണ്ട ആവശ്യം എന്താ? അവള് പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാ എന്നാ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്ന്. അതിന് നിനക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് മാത്രല്ല അമ്മേ, അവള് പറയാ ഞാൻ നീലിമയുടെ കൂടെ കുറച്ചു നാളെ ലിവിങ് ടുഗദറിലായിരുന്നു. അത് ശരിയാ, ആ സമയത്ത് അവള് ഗർഭിണിയായിരുന്നോന്നാ എൻ്റെ അടുത്ത് ചോദിച്ചത്. അവൾ അങ്ങനെ ചോദിച്ചോ? അവൾ അത്രയ്ക്കായോ? എൻ്റെ മോനെ ഇത്ര താഴ്ത്തിക്കെട്ടി സംസാരിക്കുക അവള് എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ അടുത്തോട്ട്. നീ എന്താ എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞത്? അവനും അവളുമായിട്ട് കുറച്ചുനാൾ ഒരുമിച്ച് താമസിച്ചതല്ല ശരിയാ. ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കേ? നീ കല്യാണത്തിന് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. നീ ഇതുപോലുള്ള സംസാരമൊന്നും ഇനി എൻ്റെ മോൻ്റെ അടുത്ത് സംസാരിക്കരുത്. നിനക്കൊരു ഡോക്ടറെ കാണണമെങ്കിൽ നീ ഡോക്ടറെ പോയി കണ്ടോ. അതിന് എൻ്റെ മോനെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അവനൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് ചന്ദ്ര പറയുന്നു. ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി അപ്പം തന്നെ അവിടെ നിന്ന് ബാഗും എടുത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ചന്ദ്ര ആകെ ദേഷ്യത്തിലിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. രവി ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ? എന്തു പറയാനാ രവിയേട്ടാ, ഈ വീട്ടിലെ മൂത്ത മകനല്ലേ സുധി, അവനല്ല ആദ്യം കുഞ്ഞുണ്ടാവണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എത്രയും വേഗം ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരണമെന്ന്. അപ്പോ ശ്രുതി പറയാ ഒരു ഡോക്ടറെ പോയി കാണണമെന്ന് സുധിയെ കൂട്ടിയിട്ട്. നമ്മുടെ മോന് എന്ത് കുഴപ്പമുണ്ടാവാനാ? അതുകൊണ്ട് ഞാൻ അവൾക്ക് നല്ല കണക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നീലിമയുടെ കൂടെ കുറച്ചു നാൾ ഒരുമിച്ച് താമസിച്ചല്ലേ അവള് ചോദിക്കുക അവളിനി ഗർഭിണിയായിരുന്നോ എന്ന്. നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മക്കളാണ്, അതൊക്കെ ശരിയാ. അവര് കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവായി താമസിക്കുക. അവരുടെ കാര്യത്തില് നീ ഇങ്ങനെ പോയി ഇടപെടരുത്. അവരിടയിൽ പല സംസാരങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ നീ ഇങ്ങനെ ചോദ്യം ചെയ്താലേ നിന്റെ വിലയാ പോകുന്നത്. അവർക്കൊരു കുഞ്ഞു വേണമെന്ന് തോന്നുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാവട്ടെ. നീയായിട്ട് എന്തിനങ്ങനെ നിർബന്ധിക്കുന്നേ? കല്യാണം കഴിഞ്ഞ് അത്ര നാളുകളൊന്നും ആയിട്ടില്ല. അതിനു മുൻപേ നീ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന എന്തിനാ എന്നൊക്കെ രവി പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ,
ആദ്യം കുഞ്ഞുണ്ടാവേണ്ടതേ അവർക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പ്രായമായി. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലൊരു പേരക്കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു നേരം പോക്കല്ലേ. അതൊക്കെ ശരിയാ എന്ന് കരുതിയിട്ട് നീ ഇങ്ങനെയൊന്നും പോയി സംസാരിക്കരുത്. നിന്റെ വില തന്നെയാ പോവാ. പിന്നെ മക്കളെ മക്കളുടെ കാര്യത്തിന് വിടണം. നമുക്ക് വയസ്സായെന്ന് നീ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതല്ലേ നല്ലത്. 3 മക്കളെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. ഇനിയിപ്പോ സുധിക്ക് മുൻപ് സച്ചിക്കും രേവതിക്കുമാണ് കുഞ്ഞു പിറക്കാൻ പോകുന്നതെങ്കിൽ അവരെ സ്നേഹിക്ക്. നമുക്കൊരു പേരക്കുട്ടി പോരെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രവി. അങ്ങനെ ഇരിക്കെ രേവതിക്ക് കുറച്ചു ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം തലകറക്കൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് സച്ചി പലതവണ പറയുന്നുണ്ട്, നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ പോവാം, നീ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും എന്നൊക്കെ. രേവതി, ഇനി നീട്ടി വെക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് ഡോക്ടറെ കാണാം. നേരത്തിന് നീ ഭക്ഷണം കഴിക്കില്ല. ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നു, പൂ കെട്ടി കൊടുക്കുന്നു, എല്ലാം നീ ചെയ്യുന്നില്ലേ. അതുകൊണ്ട് നിനക്കൊരു റെസ്റ്റ് ഇല്ലാത്ത കാരണ. എന്തായാലും ഇവിടെ ഒരു സർവന്റിനെ വെക്കണം. എന്നാലേ നിന്റെ ജോലിഭാരം ഇത്തിരിയെങ്കിലും കുറയൂ. അതൊന്നും കുഴപ്പമില്ലേ സച്ചേട്ടാ. നീ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല സച്ചേട്ടാ, എനിക്ക് വേണ്ട. എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാ പ്രശ്നം. നീ ഒന്നും കഴിക്കുന്നില്ല. അതാ നിനക്ക് ഇത്രയും ക്ഷീണം. നീ ഇരിക്കെ, ഞാൻ നിനക്കേ ദോശ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് സച്ചി ദോശ എടുത്ത് വരുന്നുണ്ട്. എന്നാ ദോശ വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ രേവതിക്ക് ഓക്കാനം വരുന്നുണ്ട്. രേവതി പോയി ഛർദിക്കുകയാണ്. ഇത് കാണുന്നതും സച്ചിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കണ്ടോ, നിനക്ക് എന്തോ വയ്യായുണ്ട്. വന്നേ, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. ഇത് കണ്ട് ചന്ദ്ര വരുന്നുണ്ട്. ഇവൾക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇവളെ താങ്ങി നിൽക്കുന്നേ? അവൾക്ക് എന്തോ വയ്യായ പോലെയുണ്ട്. കുറച്ചു ദിവസമായി അവൾ ഇങ്ങനെ പറയുന്നു ക്ഷീണത്തിന്റെ കാര്യം. എന്തായാലും ഞാനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ഇവൾക്ക് എന്ത് ക്ഷീണം? ഇവിടുത്തെ പണിയെടുക്കാതിരിക്കാനല്ല ഓരോരോ അടവുകൾ കാണിക്കുക എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് വർഷ വരുന്നുണ്ട്. ആന്റി എന്താ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാനും ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ചേച്ചി നേരവണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല. ആകെ കൂടെ ക്ഷീണിച്ചിരിക്കുന്നത്. ഞാനും പറഞ്ഞതാ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ചേച്ചിയാ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല എന്ന്. ഇപ്പൊ ഇതാ സച്ചേട്ടൻ പറയുന്നു കൊണ്ടുപോവാ എന്ന്. അപ്പൊ എന്തിനാ ആന്റി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇവിടുത്തെ ജോലി ചെയ്യാനൊന്നും ചേച്ചിക്ക് ഒരു മടിയില്ല. ചേച്ചി തന്നെയല്ലേ ഇത്രയും നാളും ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തത്. ഇവിടെ ആരും ചേച്ചിയെ സഹായിക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായിച്ചേനെ. ആന്റി ആയാലും ശ്രുതി ചേച്ചി ആണെങ്കിലും ഒന്നും ചേച്ചിയെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ വെറുതെ ചേച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ? സച്ചേട്ടാ, ചേച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് വാ എന്നും പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ മറുത്തൊന്നും പറയാതെ ചന്ദ്ര നിൽക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് പറയുന്നുണ്ട്, ഇവളൊരു അഹങ്കാരം കണ്ടില്ലേ? പണത്തിന്റെ ഹുങ്ക. കുറെ പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് അവൾക്ക് എന്തും വിളിച്ചു പറയാന്നുള്ളൊരു ധാരണയാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെയായിരിക്കും ചന്ദ്ര ചിന്തിക്കുന്നത്. അങ്ങനെ സച്ചി ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട്. രേവതിക്ക് അപ്പോഴും വല്ലാത്ത ക്ഷീണമായിരിക്കും. രേവതിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് ടെസ്റ്റുകൾക്കൊക്കെ എഴുതുന്നുണ്ട്. പീരിയഡ്സ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ രേവതിയോട് ചോദിക്കുമ്പോൾ ഈ മാസം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എന്നാലും ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ വരട്ടെ, എന്നിട്ട് ഞാൻ മരുന്ന് എഴുതാം, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞ് പുറത്തോട്ട് വിടുന്നുണ്ട്. ആ സമയത്ത് ക്യാൻറ്റീനിൽ പോയി രേവതിക്ക് ഭക്ഷണം എല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട്. അതൊക്കെ രേവതി വേണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിക്കുന്നു. പിന്നീടായിട്ട് റിസൾട്ട് വന്നതിന് ശേഷം ഡോക്ടറെ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ആ സന്തോഷ വാർത്ത പറയാനായിട്ട് നിൽക്കുമായിരിക്കും. പേടിക്കാനൊന്നുമില്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. രേവതി ഒരമ്മയാവാൻ പോവാ. സച്ചി, താനൊരു അച്ഛനാവാൻ പോകുന്നു. സച്ചിക്കാണെങ്കിൽ ഒരുപാടങ്ങ് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ സന്തോഷത്തിൽ വീട്ടിൽ വന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയാണ് എല്ലാവരോടും ഇക്കാര്യം പറയുന്നത്. ഇത് കേൾക്കുന്നതും രവിക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഉള്ളിൽ സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ആദ്യമായിട്ടൊരു കുഞ്ഞു പറക്കാനായിട്ട് പോവുമല്ലേ. ഇന്ന് തന്നെ പറഞ്ഞല്ലേ ഉള്ളൂ ഒരു കുഞ്ഞിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്കും ഉള്ളില് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ചന്ദ്രയുടെ അടുത്ത് ചെന്ന് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് രേവതി. ഇത് കേട്ടിട്ടാണെങ്കിൽ ആകെ കൂടെ ദേഷ്യത്തിലാണ് ശ്രുതി നിൽക്കുന്നത്. തന്നേക്കാൾ മുന്നേ രേവതി ഗർഭിണിയായതോർത്ത് ആകെ ദേഷ്യത്തിലാണ് ശ്രുതിയും നിൽക്കുന്നത്. ചന്ദ്രയുടെ മനസ്സ് ചെറുതായെന്ന് ഇളകുന്നുണ്ട്. രേവതിയെ സ്നേഹിക്കാനും രേവതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ പിന്നീട് ചന്ദ്രയായിരിക്കും.